നിങ്ങളുടെ ഏവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അപ്പൊ തുടങ്ങാം. എന്ത് പാസ്റ്റർ ചുക്കാമണിയോ പിടിക്കണ ആളുടെ ചുക്കാമണിയോ സാത്താൻ കയറിന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ട് ഇങ്ങനെ താട്ടാവാല്ലേ. മൂപ്പരാണെങ്കിൽ അത് എൻജോയ് ചെയ്യണ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് എൻജോയ് പണ്ണല്ലേ. എന്നിട്ട് സാത്താൻ എന്ത് ചെയ്ത് ഒഴിഞ്ഞങ്ങോട്ട് എടുത്ത് കൂട്ടുകാരെ ഇപ്പൊ സാത്താനൊക്കെ ചുക്കാമണിയമ്മ കയറിയിരിക്കണേ. ശ്രദ്ധിച്ചോട്ടാ, ചുക്കാമണിയമ്മ അങ്ങനെ സാത്താൻ കയറി വന്നിരുന്ന വല്ല അത്യാദ്യാവും ഒഴിഞ്ഞെടുക്കേണ്ടി വരും. എന്താ പേര്? കൂട്ടുകാരെ, കളിയാക്കേണ്ടവർക്ക് കളിയാക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, കഷ്ടപ്പെട്ട് ഉറക്കം മുളച്ചിരുന്ന് പഠിച്ചതാ, റാങ്കൊക്കെ കിട്ടിയിട്ട് നിയമനില്ല. എന്തൊരവസ്ഥ അല്ലേ. റാങ്കൊക്കെ കിട്ടിയിട്ടും വട്ടപൂജ്യം. നിങ്ങൾക്കൊന്നും ബോധമില്ലേ? സമരം എന്ന് പറഞ്ഞിട്ട് മണ്ണ് വാരി തിന്നിണ്. ശരീരത്തിന് കേടിട് കൂരിപ്പേളെ. നിങ്ങൾക്ക് എന്തേലും പറ്റിയാലുണ്ടല്ലോ ഈ സർക്കാരും ഉണ്ടാവില്ല, ബാക്കിലിരുന്ന് ജയ് വിളിക്കണോമാരും ഉണ്ടാവൂലട്ടാ. നിയമനം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് മണ്ണ് വാരി തിന്നിണ്. വേറെ രീതിയിലുള്ള സമരം ഒന്നും അറിയൂല അല്ലേ. മണ്ണ് വാരി തിന്നാനേ അറിയുള്ളൂ. മണ്ണാണോ അതോ ബൂസ്റ്റാണോ? എന്തായാലും മണ്ണൊന്നും വാരി തിന്നല്ലേട്ടാ, ശരീരത്തിന് കേടിന് എല്ലാത്തിയാദികള്. കർക്കിടക ഒന്നായി, കർക്കിടക ചികിത്സക്ക് പോയേക്കാ. ഇതെന്താ ചുക്കാമണി കിഴി കെട്ടിട്ട് പിടിച്ച് വലിക്കണത്? എന്തിനാ ചെയ്യണേ? എന്താ അതിനുള്ള പ്രയോജനം? അതിപ്പോ എന്തായിട്ട് ഇപ്പൊ എന്താ കാര്യം? ദൈവം തന്ന നിധിയല്ലേ, വല്ലാത്ത ജാതി ആക്കല്ലേ. കർക്കിടക ചികിത്സ ഒക്കെ നല്ലതാ, പക്ഷെ ചുക്കാമണീനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കല്ലേട്ടാ. ഒരു പോരും എല്ലാത്തിയാദ്യാവും. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ, പറഞ്ഞെന്ന് മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ, പോവാൻ മോനെ. കൂട്ടുകാരെ, ചെറുപ്പക്കാരുടെ സ്റ്റാർട്ടപ്പൊക്കെ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇവിടെ ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് തുടങ്ങിയതാ, അന്ന് തന്നെ പോലീസ് പിടിച്ചു. മിനറൽ വാട്ടറിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ചാരായ കയറ്റി. എന്നാണോ സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് അന്ന് തന്നെ പോലീസും പിടിച്ചു. വലിയ അത്യാധിയില്ലേ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അടുത്ത വല്ല സ്റ്റാർട്ടപ്പ് നോക്കണം. ഇങ്ങനത്തെ സ്റ്റാർട്ടപ്പ് ഒന്നും നിങ്ങൾ നോക്കല്ലേ കേട്ടോ, വലിയ അത്യാധിയാവും. കൂട്ടുകാരെ, കർക്കിടക മാസമായി, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ അമ്മാറിന് ഇനി ഡ്രസ്സൊക്കെ തന്നെ താൻ അലക്കിയാൽ മതിയെന്ന്. അപ്പൊ നെറുകയിൽ വെള്ളം വീണ ആ പനി നീരളക്കം വരുന്ന സുഹൃത്തിനെയാണ് നമ്മളിപ്പോ കാണുന്നത്. പോരാളികളോട് ഒന്നേ പറയാനുള്ളൂ, കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാനാവൂല. അലക്കാനുള്ള ഡ്രസ്സൊക്കെ എവിടെ ചെയ്യണേ? അലക്കൂടിയുണ്ടോ അവിടെ? ഓക്കെ. കൂട്ടുകാരെ, കേരളത്തിലെ മീശയും താടില്ലാത്ത പിള്ളേര് വേഗം കല്യാണം കഴിച്ചിട്ട് അവര് റീൽസ് ഇടുമ്പോ അതിലെ കമന്റ് ഒക്കെ കേട്ടിട്ട് ഈ പുയ്യാപ്പിളക്ക് ടെൻഷൻ, ഞാളെ ട്രോളെന്ന് വെച്ചിട്ട്. അതുകൊണ്ട് പൗരുഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് മേക്കപ്പ് ചെയ്യണമെന്ന് മേക്കപ്പ് ആരോട് പറഞ്ഞപ്പോ പൗരുഷം വരച്ചു കൊടുത്തതാ. പുള്ളിക്ക് അതിൽ ടെൻഷനൊന്നും ഇല്ല കേട്ടോ. പുള്ളിയുടെ വിചാരം ഇത് തന്നെ പൗരുഷം എന്നാ. നന്നായിണ്ടല്ലേ. എന്താ മൂക്കിലും ഉണ്ടാ പൗരുഷം? കൂട്ടുകാരെ, മീശയും താടില്ലാന്ന് വെച്ചിട്ട് ഇങ്ങനെ പൗരുഷം ഉണ്ടാക്കല്ലേ. മീശയും താടില്ലാത്ത ചങ്കിനി വീഡിയോ വേഗം അയച്ചുകൊടുത്തേ, വല്ലാത്യാദ്യാവട്ടെ. കടുത്ത ചെന്നിക്കുത്തിന്റെ തലവേനായിട്ട് ഉസ്താദിന്റെ അടുത്ത് വന്നേക്കാം. ഭ്രാന്ത് പിടിച്ചിട്ടേ അമ്മൊക്കെ നോക്കിയ അപ്പിടാൻ മുക്കണ പോലെ നല്ല തലവേന ഉണ്ടെന്ന് ആ മുഖം കാണുമ്പോൾ എന്നെ മനസ്സിലായി. ഉസ്താദ് അങ്ങനെ നോക്കിയിട്ട് എന്തോ കൂതിയിട്ട് ഒറ്റ വലിയ തലവേദനയും പോയി, പ്രാന്തും പോയി. ഉസ്താദിനോട് നന്ദി നമസ്കാരം, ഇത്രേ ഉള്ളൂ. എന്തിനു MBBS ഒക്കെ പഠിക്കണേ? ഇങ്ങനെ വലിക്കണ വല്ലതും പഠിച്ചാൽ പോരെ? വല്ലാത്തിയതില്ലേ. കൂട്ടുകാരെ, ആലപ്പുഴ മാന്നാർ ഒരു ക്ഷേത്രത്തില് ദേവിയുടെ തിരുവാഭരണം ആര് മോഷ്ടിച്ച്? അവിടുത്തെ മേൽശാന്തി നമ്പൂതിരിയാണേ. പാവം, ചെറിയ പൈസ അല്ലേ കിട്ടുള്ളൂ ഈ ജോലിക്ക്, അതുകൊണ്ട് തിരിമറി ചെയ്തതാ. അല്ലെങ്കിലും ദേവിക്ക് എന്തിനാ ആഭരണം? ശരി, അങ്ങനെ പുള്ളിയും ചിന്തിച്ച് കാണും. പുള്ളി സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ട് അതിന് വരെ മുക്കുണ്ടം കൊണ്ടുവന്ന് വെച്ച്. വല്ലാത്തിയത്. പള്ളിയിലും അമ്പലങ്ങളിലൊക്കെ ഒരുപാട് സ്വർണവും പണമൊക്കെ കൊണ്ടിടുന്നവരൊന്ന് സമൂഹത്തിലൊന്ന് ഇറങ്ങിയിട്ടൊന്ന് ശ്രദ്ധിക്കട്ടോ. ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. നിവൃത്തിയിടുകൊണ്ട് ചിലവര് കള്ളന്മാരും ആവും. വല്ലാത്തിയത്. ഇനിയിപ്പോ പ്രളയം വന്നാലും മണ്ണിടിച്ചലും വന്നാലും ആകാശം പൊട്ടി വീണാലും ഭായിമാർക്ക് ഇതില്ലാണ്ട് പറ്റൂല. ഈ കാര്യത്തിൽ ഭായിമാരുടെ ഒരു ഐക്യം നോക്കി നിങ്ങൾ. എന്തൊരു പ്രണയാണെന്ന് നോക്കിയേ തമ്പാക്കിനോട്. സ്വന്തം അച്ഛനേക്കാളും അമ്മയെക്കാളും ഭാര്യയെക്കാളും എന്തിനേക്കാളും തമ്പാക്കുവിനെ സ്നേഹിക്കുന്നതാണ്. വല്ലാത്തിയതില്ലേ. കൂട്ടുകാരെ, ഈ സന്യാസിമാരുടെ കയ്യിൽ നിന്ന് 115 കിലോ കഞ്ചാവാ പിടികൂടിയിട്ടാ. വെറും കഞ്ചാവല്ല,
ഹൈബ്രിഡ് OG കഷ് എന്ന് പറഞ്ഞ കഞ്ചാവാ പിടികൂടി. എല്ലാത്തിയാണ് ശ്രീലങ്കയെ പൊട്ടി വെച്ചിട്ടാണ് കഞ്ചാവ് പിടികൂടിയത്. തായ്ലൻഡിൽ നിന്ന് ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന വഴിക്കാ കഞ്ചാവ് എടുത്ത് വന്നേന്ന്. അപ്പൊ അവിടുത്തെ പോലീസുകാർ വെച്ചേ എന്തിനാണ് ഈ കഞ്ചാവ് കൊണ്ടതേന്ന്. അപ്പൊ പറയണ് ആത്മീയത ശരിക്ക് കേറാൻ കഞ്ചാവ് വലിച്ചാ മതിന്ന്. വല്ലാത്തിയാതിയില്ലേ. വരുന്ന വഴിക്ക് ബീഹാറിലോ അല്ലെങ്കിൽ UP-ലോ ഇറങ്ങായിരുന്നില്ലേ, കാല് വരെ നക്കി കുടിച്ചേനെ. വല്ലാത്തിയാതിയാണ്. കൂട്ടുകാരെ, കല്യാണം കഴിഞ്ഞ ചെക്കൻ്റെ വീട്ടിലെത്തുമ്പോൾ ഒരു കേക്ക് മുറി ഉണ്ടാവും. പലയിടത്തും ഉണ്ടാവും, ചിലയിടത്ത് ഉണ്ടാവില്ല. നോക്കിയേ, കേക്ക് മുറിച്ചിട്ട് അമ്മയുടെ വായിൽ വെച്ച് കൊടുക്കാണ്. അങ്ങനെ അമ്മയുടെ വായിൽ വെച്ചിട്ട് ഇങ്ങോട്ട് ഭാര്യയ്ക്ക് കൊടുക്കാൻ പോകുമ്പോൾ എന്തോ ഒരു മന്ത്രം ജപിക്കുന്നുണ്ട്. അത് മന്ത്രമല്ല, അപ്പനപ്പൂപ്പന്മാർക്ക് വരെയുള്ള തീറിയാ വിളിക്കണത്. എന്തായാലും ശുഭാരംഭായി. കൂട്ടുകാരെ, നിങ്ങൾ കല്യാണം കഴിച്ച് കേക്ക് കുറിക്കുമ്പോൾ ആദ്യം ഭാര്യമാർക്ക് കൊടുക്കും, അല്ലെങ്കിൽ ശുഭാരംഭാവൂല. വല്ലാത്തധികം എന്താ കാട്ടണേ? ശ്രദ്ധിക്കാൻ വരുന്നുണ്ടാ? വിശക്കുന്നുണ്ടല്ലേ? കൊണ്ടുപോയി വേണം. വാളും പിടിച്ച് നിന്നാൽ എങ്ങനെ ആൾക്കാരും തിന്നാൻ കൊണ്ടു തരും? സ്വാമി കയറിയിട്ട് എന്ന് പറഞ്ഞിട്ട് വിശന്നിട്ട് ഇങ്ങനെ കിടന്ന് ബേജാറാവല്ലേ? ഞാൻ എന്തെങ്കിലും നടപടി ഉണ്ടാക്കാം. ആ വാളൊന്നും നിലത്തിട്ടൂടെ? സ്വാമി കയറി എന്ന് പറഞ്ഞിട്ട് കിടന്ന് തുള്ളാതെ നിൽക്കണത്. വിശക്കുണ്ട് എനിക്കറിയാം. എന്തിനിങ്ങനെ ചുരിദാറൊക്കെ ഇട്ടിട്ട് സ്വാമി കയറി എന്ന് പറഞ്ഞിട്ട് കുറുമ്പ് കാണിക്കണേ? എല്ലാത്തിയാദികള് എന്തെങ്കിലും പിന്നെ അടുത്തിട്ട് വരാം ഞാൻ. കൂട്ടുകാരെ, താലി കെട്ട് കഴിഞ്ഞോടുകൂടി പെണ്ണ് ഡാൻസുകൾ തുടങ്ങി. പൂജാരി ആണെങ്കിൽ അവിടെ വെട്ടുപോയി. ദക്ഷിണ കിട്ടി അവിടെ നിന്ന് അങ്ങോട്ട് പോവായിരുന്നു. അതിനും സമ്മതിക്കുന്നില്ലേ? എന്ത് കഷ്ടാന്ന് നോക്കിയേ. ഈ ഒരു കല്യാണത്തിന് ശേഷം പൂജാരി പറഞ്ഞത് പെണ്ണ് ഡാൻസുകാരി ആണെങ്കിൽ എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞേക്കണം. എനിക്ക് ഈ പരിപാടി കഴിഞ്ഞിട്ട് ദക്ഷിണ വിളിച്ചിട്ട് വീട്ടിൽ പോകാനുള്ളത്. കൂട്ടുകാരെ, PSC റാങ്കിൽ വന്നിട്ടും നിയമനം കിട്ടാതെ മണ്ണ് വാരി തിന്നോരെ ടൊവിനോ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഡൽഹി നടക്കുന്ന സമരത്തിനെ പിന്തുണച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് ടൊമിനോയുടെ വീടിന്റെ മുന്നിൽ വന്നിട്ട് യുവമോർച്ചയിലെ കുറുമ്പന്മാരും കുറുമ്പികളും വായ മൂടിക്കൊട്ടിയിട്ട് സമരം ചെയ്യുന്നു. എന്തിന്റെ കാര്യമുണ്ട്? ഐശ്വര്യ ആളുടെ ഇഷ്ടമല്ലേ എന്ത് പ്രതികരിക്കണം എന്നൊക്കെ ഉള്ളത്. ആളുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് വായ മൂടിക്കെട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. നേരെ പോയിട്ട് അധികാരികളുടെ വീടിന്റെ മുന്നിൽ പോയി നിൽക്കാൻ നിൽക്ക്. വല്ലാത്തിയാണ്. അത് പോരാണ്ട് ടൊവിനോക്ക് പിന്തുണയായിട്ട് DYFI പ്രവർത്തകര്. വല്ലാത്തിയാതി. എന്റെ പൊന്നു ടൊവിനോ, നീ കാര്യം ചെയ്യും. നീ നല്ലതാണെങ്കിലും ചീത്താണെങ്കിലും മിണ്ടാണ്ടെന്നോ, അത് നല്ലത്. അല്ലെങ്കിൽ ഇവരൊക്കെ കൂടി നിങ്ങളെ വല്ലാത്തിയാതിയാക്കും. കൂട്ടുകാരെ, പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിനെതിരെ കേരളത്തിലുണ്ട് കേട്ടോ പ്രതിഷേധം. അങ്ങനെ വിട്ടാൻ പറ്റൂല. ഞങ്ങളിവിടെ കാണിച്ചു തരാം. ഞങ്ങൾ ഫ്ലെക്സ് ഉണ്ട്. ഞങ്ങളിൽ വലിയ ഫ്ലെക്സ് ആണ് ഞങ്ങളിവിടെ കാണിച്ചത്. അത് കീറിക്കളഞ്ഞില്ലേ? അല്ലെങ്കിലും പുള്ളിയുടെ ശരീരം എവിടെ ഉള്ളൂ, മനസ്സവിടെ. നിങ്ങൾ എന്ത് ചെയ്താലും ഇങ്ങനെ വല്ലാത്തിയാതിയാണത്. അയ്യേ. കൂട്ടുകാരെ, വന്ന് ജയിലിൽ ഇപ്പൊ കല്യാണം നടത്തി തുടങ്ങി. പുതിയൊരു മാട്രിമോണി തുടങ്ങേണ്ടി വരും ഇപ്പൊ ജയിലിൽ. ഓപ്പൺ ജയിലിൽ മൊട്ടിട്ട പ്രണയം. വല്ലാത്തിയാതി. വരന്റെ പേര് മൂലാറാം, വധുവിന്റെ പേര് സീമ ഗാഡ്സെ. രണ്ടുപേരും കൊലക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെടുന്നവരാട്ടാ. അവർ രണ്ടുപേർക്കും ഒരു പ്രണയം തോന്നി. അപ്പൊ പറഞ്ഞു പരോള് വേണം കല്യാണം കഴിക്കാൻ. അപ്പൊ ഹൈക്കോടതി പറഞ്ഞു പരോള് തരൂല. പരോള് വന്നാൽ നിങ്ങൾ വീണ്ടും പോയി കൊല ചെയ്യും. അതുകൊണ്ട് ജയിലിൽ വെച്ച് കല്യാണം നടത്തിക്കോ. അങ്ങനെ രാജസ്ഥാൻ ആചാരപ്രകാരം കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിച്ചപ്പോ ഈ ദമ്പതികൾക്കൊരാഗ്രഹം, ഞങ്ങൾക്ക് സാധാരണ ജീവിതം കിട്ടുമെന്ന്. അപ്പൊ ഹൈക്കോടതി പറഞ്ഞു കൂടുതൽ ഇട്ടിട്ടു വല്ലാത്യാദിയാക്കല്ലേ. ഞാൻ പോകുന്നു. ബൈ ബൈ.